സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആരോഗ്യവകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുന്നു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം. മന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രാദേശിക CPM നേതാക്കൾ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മന്ത്രി VN വാസവൻ. നടന്നത് കൊലപാതകമെന്നും സംസ്ഥാനം വെന്റിലേറ്ററിലെന്നും പ്രതിപക്ഷം. നാടിന്റെ നോവായി ബിന്ദു. അന്ത്യാഞ്ജലി അർപ്പിച്ചുറ്റവർ. ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി VN വാസവൻ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ നൽകുമെന്ന് ചാണ്ടിയുമ്മൻ. ആശുപത്രി കെട്ടിടങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധന നടത്താൻ തീരുമാനം. നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിൽ. കേരളത്തിൽ വീണ്ടും നിപ. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്കും നിപ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവ്. 100-ലേറെ പേർ ഹൈറിസ്ക് പട്ടികയിൽ. നാട്ടുകൽ കിഴക്കുംപുറം മേഖലയിലെ 3 കിലോമീറ്റർ കണ്ടെയ്ൻമെന്റ് സോൺ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും വീഴ്ച. രോഗിയെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസിൽ അരമണിക്കൂറോളം കിടത്തിയെന്ന് പരാതി. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ. ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക്. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് പതറുന്നു. 25 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടം. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 587 റൺസ്. മാഗ്നറ്റ് കാൾസന്റെ പരിഹാസത്തിന് ചെസ് ബോർഡിൽ മറുപടി നൽകി D ഗുകേഷ്. ഗ്രാൻഡ് ചെസ് ടൂറിലും കാൾസനെ വീഴ്ത്തി. 10 പോയിന്റുമായി ഇന്ത്യൻ താരം 1-ാം സ്ഥാനത്ത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. വികാരനിർഭരമായ രംഗങ്ങളാണ് വീട്ടിലരങ്ങേറിയത്. ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാട്ടുകാരും വീട്ടിൽ തടിച്ചുകൂടി. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് ബിന്ദുവിന്റെ വീട്ടിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ആ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. സംസ്കാര ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. മായ, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി നിര്യാണം സംഭവിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തലയോലപ്പറമ്പ് സ്വദേശിനിയാണ് ബിന്ദു. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. 11 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇന്നലെയും ഇന്നുമായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ധാരാളം ആളുകൾ ഈ അവസാന നിമിഷങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളടക്കം പൊതുപ്രവർത്തകരടക്കം വലിയൊരു ജനസഞ്ചയമാണ് ഇന്നും ഈ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ ജോൺ V സാമുവലും വൈക്കം MLA CK ആശയും ബിന്ദുവിന്റെ വീട്ടിലെത്തി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം വിവരങ്ങൾ ആരായുകയും ചെയ്തു. ജില്ലാ കളക്ടർ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ തുടരുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ കുടുംബത്തെയും ഒപ്പം മാധ്യമങ്ങളോടും പറഞ്ഞു. അതിനുശേഷം ജില്ലാ കളക്ടർ അവിടെ നിന്ന് മടങ്ങി. വൈകുന്നേരം മന്ത്രി VN വാസവൻ ഈ വീട്ടിൽ നേരിട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ധനസഹായം കുടുംബത്തിന് കൈമാറുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. മായ പറഞ്ഞതുപോലെ തന്നെ അല്പം മുൻപ് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ജില്ലാ കളക്ടർ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത്. ജില്ലാ കളക്ടറെയാണ് സർക്കാർ ഈ അപകടം സംബന്ധിച്ച് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ ആദ്യം ഈ വാർഡ് മാറ്റിയ പുതിയ കെട്ടിടത്തിലെത്തി അവിടുത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. തുടർന്ന് അപകടം നടന്ന ഭാഗത്തെത്തി അവിടെ അപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികളും കളക്ടർ വിലയിരുത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരുമായി മറ്റ് ജീവനക്കാരുമൊക്കെയായും സംസാരിച്ച കളക്ടർ അപകടത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് റിപ്പോർട്ട് തേടുമെന്നും അതിനെ അധികരിച്ചായിരിക്കും മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെന്നും വ്യക്തമാക്കി. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ജില്ലാ കളക്ടർ പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം ഈ ഇന്നലെ അപകടമുണ്ടായ 10-ാം വാർഡിന്റെ ശുചിമുറി രോഗികൾക്കായി തുറന്നു കൊടുത്തിരുന്നു എന്ന് തന്നെയാണ്.
ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെയാണ് 10ാം വാർഡിൽ കൂടുതലായും താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ദൂരെയുള്ള ശുചിമുറി കോംപ്ലക്സിലേക്ക് പോയി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് അവരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് 10ാം വാർഡിലെ ശുചിമുറി തുറന്നു കൊടുത്തിരുന്നത്. അത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അടച്ച ശുചിമുറി വീണ്ടും തുറന്നതെന്നാണ് കളക്ടർ വ്യക്തമാക്കിയത്. എന്നാൽ 11, 14 വാർഡുകളിലെ ശുചിമുറികൾ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ച് അടച്ചിട്ടിരിക്കുക തന്നെയായിരുന്നു. ഈ 10ാം വാർഡിന്റെ ശുചിമുറിയാണ് അടർന്നു വീണത്. അതേ തുടർന്ന് 11, 14 വാർഡുകളിലെ ശുചിമുറികളും അടർന്നു വീണു. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. മായ, ശരി. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി കളക്ടർ തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലവും സന്ദർശിച്ച് പരിശോധന നടത്തി 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കളക്ടർ പറയുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന ഒരാൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം. ബിജെപിയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. രജിത്തുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഈ സംഭവമുണ്ടായി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കണ്ടതാണ്. പലതും മുന്തും തള്ളിലുമൊക്കെ കലാശിച്ചിരുന്നു. ഇന്നും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. BJP മാർച്ച് അടക്കം അക്രമാസക്തമാവുകയാണ്. വരും മണിക്കൂറുകളിലും വൻ പ്രതിഷേധം തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നത്. ശക്തമായ ഒരു പ്രതിഷേധ പ്രകടനം തന്നെയായിരുന്നു. നിരവധി പ്രവർത്തകർ, ഏകദേശം 150ഓളം പ്രവർത്തകരാണ് BJPയുടെയും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെയും പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. ഏകദേശം അരമണിക്കൂറോളം തന്നെ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ആ റോഡിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോലീസ് ഏകദേശം 10 തവണയോളം ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് കൂടാതെ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ തന്നെ മന്ത്രിയുടെ വസതിയിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഈ പ്രതിഷേധ പ്രകടനങ്ങളെയൊക്കെയും ശക്തമായി അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പോലീസ് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. എന്തുതന്നെയായാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാവരുടെയും തന്നെ തീരുമാനം. അതേ സമയത്ത് തന്നെ സർക്കാരും ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് നടക്കുന്ന CPM സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മന്ത്രി ഇന്ന് VN വാസവൻ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ സന്ദർശനം നടത്തുമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് സർക്കാർ നൽകേണ്ട സഹായങ്ങളൊക്കെയും നൽകും. നേരത്തെ തന്നെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. കുടുംബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് അടിയന്തര സഹായമായി 50,000 രൂപ ഉൾപ്പെടെ നൽകുമെന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ശരി. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വരും മണിക്കൂറുകളിലൊക്കെ മന്ത്രിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധമൊക്കെ പ്രതീക്ഷിക്കാം. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ അനാസ്ഥകൾക്കും ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതകൾക്കുമെതിരെ യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ പ്രതിഷേധിച്ചു. മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ക്യാബിനുള്ളിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി BJP. MLA ഓഫീസിന് മുൻപിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി K ബിനുമോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രവർത്തകർ റിംഗ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ കാലിയായ വീപ്പകളും കൊടികെട്ടിയ കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ സക്കീർ ചങ്ങമ്പള്ളിക്ക് വീണ് കൈക്ക് പരിക്കേറ്റു. വിരഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിന്ദു മരിക്കാനിടയായ സംഭവം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി VN വാസവൻ. വീഴ്ച പറ്റിയിട്ടില്ലെന്നും ഈ വിഷയത്തെ മുൻനിർത്തി മെഡിക്കൽ കോളേജിനെ മുഴുവനായി ആക്രമിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി 50,000 രൂപ കൈമാറും. മറ്റ് സഹായങ്ങൾ മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിക്കും. മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ വൈകിട്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോടെ നോക്കാൻ പറഞ്ഞു.
ഈ നിർദ്ദേശം കൊടുത്ത ഞാനാണ്. അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ്. വസ്തുതാപരമായി ഇതാണ് ഞാനത് ഇന്നലെ തന്നെ പറയുകയും ചെയ്തത്. അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം. ആ കെട്ടിടം മുമ്പ് 68 വർഷം മുമ്പ് ഉണ്ടായതാണ്. തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല. അപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം. പൊളിച്ചാൽ നിരവധി രോഗികൾ താഴെ പോകും. അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പുകൾ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ചി കയറ്റി. അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം 11-ാം വാർഡിലേക്ക് വരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ നടത്തിയ പ്രതികരണത്തിലേക്ക്. ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൊടുക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷന് ചെയ്യാൻ പറ്റുന്ന സഹോദരിയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. ഒന്ന്. രണ്ടാമതായി തെറ്റ് ചെയ്തവരെ, ഇതിൽ MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 3 പേരും കുറ്റക്കാരാണ്. രക്ഷാപ്രവർത്തനമടക്കം ആരംഭിക്കാൻ വൈകിയ ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ 2 മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കോട്ടയത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിഷേധവുമായി പ്രാദേശിക CPM നേതാക്കൾ. MLA ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ആണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ PJ. മന്ത്രിയെ പരോക്ഷമായി പരിഹസിച്ച് CPM ഏരിയ കമ്മിറ്റി അംഗവും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മന്ത്രി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പരിഹസിച്ചാണ് പത്തനംതിട്ട CWC മുൻ ചെയർമാനും CPM ഇരവി പേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് N രാജീവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവാണ്. 100-ലധികം പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതി. നാട്ടുകൽ കിഴക്കുംപുറം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. TK അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ മുൻകരുതലുകളും ഒക്കെ തുടർ നടപടികളും, ഒപ്പം ഈ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? 3 ജില്ലകളിൽ നിപ സ്ഥിരീകരിച്ചതോടെ 3 ജില്ലകളിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ്. ഇതിൽ മലപ്പുറത്തും പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് രോഗികളുള്ളത്. മലപ്പുറത്ത് നിന്ന് മങ്കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 1-ാം തീയതി ഒരു 18-കാരി മരിച്ചിരുന്നു. ഇവർക്ക് നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ സ്വദേശിയായ യുവതിക്ക് നിപ സ്ഥിരീകരിച്ചതോടുകൂടി ഇവിടെയും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ 2 പഞ്ചായത്തുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കച്ചനാട്ടുകരയിലെ 7, 8, 9, 11 വാർഡുകളും കരിപ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മലപ്പുറത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. മലപ്പുറം മങ്കടയിൽ നിന്നുള്ള യുവതിയാണ് നേരത്തെ നിപ സ്ഥിരീകരിച്ച് ഇവർ 18 വയസ്സുകാരി മരിച്ചിരുന്നു. എന്തായാലും ഈ പ്രദേശത്തും ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളെ നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 100 പേരെ ഇപ്പോൾ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ നിരീക്ഷിക്കുന്നതും ഒപ്പം ഈ സമ്പർക്ക പട്ടിക വിപുലീകരിക്കേണ്ട ശ്രമവും നടക്കുന്നുണ്ട്. ഇവർ എവിടെയൊക്കെ പോയി കച്ചനാട്ടുകരയിലെ യുവതിയെ ചികിത്സിക്കാൻ അവിടെയുള്ള 3 ക്ലിനിക്കുകൾ കരിങ്കലത്താണ്, പാലോട്, മണ്ണാർക്കാട് തുടങ്ങി 3 ക്ലിനിക്കുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. മായ.
തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ചയെന്ന് പരാതി. രോഗിയെ ആംബുലൻസിൽ തന്നെ കിടത്തി. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് അരമണിക്കൂറോളം. ഇതിന്റെ ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗിയുമായി കാത്തുകിടന്നത് 2 ആംബുലൻസുകളാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ ആരോപിക്കുന്നു. പോയതായിരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക്. അന്നേരം നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുകഴിഞ്ഞാൽ ട്രോളി കൊണ്ടുവരണ്ടേ, അവർ ട്രോളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ സ്ഥിര സംഭവം മാറിയിരിക്കുന്നു. എപ്പോഴും ഇല്ല, ഇപ്പോൾ കുറച്ച് എടുത്തായിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് റെസ്പോൺസ് ഇല്ല. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊരു പേഷ്യൻറ്റിനെ ക്രിട്ടിക്കൽ കേസൊക്കെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്കൊരു വില തരും. നമുക്കെന്നല്ല, നമ്മളാ സംഭവം ആരുമില്ല. നമ്മളെ വിശ്വസിക്കുന്ന വണ്ടിയിൽ ഒരാൾ വന്നിട്ട് നമ്മളത്. ഹരീഷ് ഉണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഈ ആശുപത്രി അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? നിലവിൽ ആശുപത്രി അധികൃതർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി പറഞ്ഞത് അവരുടെ ഭാഗത്തും യാതൊരു വിധത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, കൃത്യസമയത്ത് ആ KSRTC ഡ്രൈവർക്ക് ചികിത്സ നൽകുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്, ഒരു വാദമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുമുണ്ടായത്. പക്ഷേ ഈ ആംബുലൻസ് ഡ്രൈവർ കൃത്യമായി പറയുന്നുണ്ട് അവിടെ ഈ ഒരു ഡിലേ സംഭവിച്ചു, അല്ലെങ്കിൽ ചികിത്സ നൽകുന്നതിൽ കാലതാമസം സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ ദിവസവും ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞിരുന്നു. അത് സമാനമായ സംഭവമാണ് ഇന്നും മറ്റൊരു ആംബുലൻസ് ഡ്രൈവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വടക്കുന്നാഥൻ ആംബുലൻസ് ഡ്രൈവർ പ്രണവാണ് പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ രോഗിയുമായി ചെന്ന സമയത്ത് അവിടെ ഈ രോഗിയെ പെട്ടെന്ന് തന്നെ ഈ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിൽ ഇവരുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ അതിൽ കാലതാമസം സംഭവിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആദ്യമായി ഈ ആശുപത്രിയുടെ ഈ ഒരു എമർജൻസി വിഭാഗത്തിന് മുന്നിലെത്തിയപ്പോൾ ട്രോളി കൊണ്ടുവരാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഏകദേശം അരമണിക്കൂറോളം ചികിത്സ താമസിച്ചു. ഏകദേശം 10 മിനിറ്റോളം സമയം ഈ ഒരു രോഗി ആംബുലൻസിനുള്ളിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ പ്രണവ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന് കൂടി പറയുന്നു. സാധാരണക്കാരന്റെ ആശുപത്രിയാണ്. സാധാരണക്കാരൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ അയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിൽ ഇത്തരത്തിൽ കാലതാമസം വരുമ്പോൾ അത് ജീവന് തന്നെ ഒരു ഹാനിയാണ്. അതുകൊണ്ട് അത്തരം നടപടികൾ ഇനിയും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ആശുപത്രിക്കെതിരെ വലിയ ആരോപണമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ രംഗത്തെത്തിയിരിക്കുന്നു. ഹരീഷ് നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഗവർണർ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളെയും പ്രവൃത്തികളെയും ഗവർണർ പ്രകീർത്തിച്ചു. കൊല്ലം അമൃതപുരിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും ഭാര്യ അനഘ അർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി. വിശേഷങ്ങൾ പങ്കുവച്ചു. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള തന്റെ വഴികാട്ടിയാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ്. ആ നിസ്വാർത്ഥ സേവനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെയും വലിയ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Only not the spirituality but the work Ma has done for the humanity itself is we cannot explain in the words. Words are falling short for this. What she has done for this, the people, the common people, in fact, that reflects her vision for the society and for the nation. She loves just human beings. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അമ്മയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ പരിവർത്തനമാണ് മനസ്സിലുണ്ടായതെന്നും ഗവർണറുടെ ഭാര്യ അനഘ ആർലേക്കർ പറഞ്ഞു. God himself cannot come, or Goddess herself cannot come. People like Amma, they come on this earth, guide us, give us direction and give us inspiration to do the work. And I think that's a great thing when you are coming with empty hands and going with all these experience to the society. Definitely you are fulfilled. ആശ്രമത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ച ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഭാര്യ അനഘ ആർലേക്കറും തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കൊല്ലം.
കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ പരിശോധന. അനധികൃതമായാണ് ലോഡ്ജ് പ്രവർത്തിക്കുന്നതെന്ന അമൃത ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. കെട്ടിട നമ്പറിലും ക്രമക്കേടുണ്ടെന്ന് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് വിവരം. കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും അന്വേഷണം തുടങ്ങി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വീടുകൾ വാഗ്ദാനം ചെയ്ത ആർക്കും സർക്കാർ സ്ഥലം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. വ്യവഹാരങ്ങളിൽ കുടുങ്ങാൻ സാധ്യതയുള്ള ഭൂമികൾ ഏറ്റെടുത്ത് സംഘടനകൾ വീടുകൾ നിർമ്മിക്കരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൂർണ്ണമായിട്ടും വീടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഡിസംബറിൽ ആണ് കാലാവധി കൊടുത്തിട്ടുള്ളത്. പരമാവധി വേഗത്തിൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ 211 mm വരെ മഴ പെയ്ത അവസരം ഉണ്ടായ സാഹചര്യത്തിലുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടെങ്കിലും അതിൻ്റെ ഇപ്പോൾ മുകൾ ഭാഗം വരെ വാർക്കുന്ന സ്ഥിതി നമ്മളിപ്പോൾ നേരിട്ട് കാണുകയുണ്ടായി. നേരിട്ട് കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും. അപ്പോൾ ആദ്യ വാർഷികം ദുഃഖകരമായിട്ടുള്ള ദിവസം ജൂലൈ 30 വരുന്നതിന് മുമ്പ് പരമാവധി അവർ പൂർത്തീകരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഇട്ട ഡേറ്റ് 2025 ഡിസംബർ മാസത്തോടു കൂടി 410 വീടുകളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 587 റൺസിന്റെ കൂറ്റൻ സ്കോർ. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഡബിൾ സെഞ്ചുറി. 311 പന്തുകളിൽ നിന്നാണ് ഗിൽ 200 റൺസ് പിന്നിട്ടത്. ഗിൽ 269 റൺസ് എടുത്തു. രവീന്ദ്ര ജഡേജ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് തകർച്ചയോടെയാണ് തുടങ്ങിയത്. 25 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടമായി. സാക്രോളി, ബെൻ ഡക്കറ്റ്, ഓലി പോപ്പ് എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്. പരിഹാസത്തിന് ചെസ് ബോർഡിൽ മറുപടി നൽകി ഇന്ത്യൻ താരം ഡി ഗുകേഷ്. ഗ്രാൻഡ് ചെസ് ടൂറിലും ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാർൾസനെ വീഴ്ത്തി ഗുകേഷ് 10 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തി. ദുർബലരായ കളിക്കാരിലൊരാളാണ് ഗുകേഷ് എന്ന ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസന്റെ പരിഹാസത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. കളിയാക്കലുകൾക്ക് ചെസ് ബോർഡിന് മുന്നിൽ കറുത്ത കരുക്കളിലൂടെയാണ് 18-കാരനായ ഇന്ത്യൻ താരം ഡി ഗുകേഷ് മറുപടി നൽകിയത്. ക്രൊയേഷ്യയിൽ ഗ്രാൻഡ് ചെസ് ടൂറിന്റെ ഭാഗമായി നടക്കുന്ന സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലെ 6-ാം റൗണ്ടിലാണ് ഗുകേഷ് വീണ്ടും കാൾസനെ പരാജയപ്പെടുത്തിയത്. 49 നീക്കങ്ങൾക്കൊടുവിൽ കാൾസൺ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നോർവേയിൽ നടന്ന ചെസ് മത്സരത്തിലും ഗുകേഷ് കാൾസനെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് തോൽവിയുടെ ആഘാതത്തിൽ മേശയിൽ ശക്തമായി ഇടിച്ച് ചെസ് കരുക്കൾ തെറിപ്പിച്ച കാൾസന്റെ പ്രവൃത്തി വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. കാൾസനെതിരെ ഗുകേഷിന്റെ തുടർച്ചയായ 2-ാം ജയമാണിത്. ഇതോടെ 6 കളികളിൽ നിന്ന് 10 പോയിന്റുമായി ഗുകേഷ് 1-ാമതെത്തി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.